കുറേ ദിവസങ്ങളായി ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ഒരുപാട് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് യഥാസമയം എത്തിച്ച ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ശരിയാണ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആളുകൾ യഥാർത്ഥത്തിൽ അർജുൻ മടങ്ങി വരണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാൻ സമയമായോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷകൾ ഈ കുടുംബത്തിനും അതേപോലെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആളുകൾക്കും സമ്മാനിക്കാൻ നമ്മുടെ വാക്കുകൾ ഒരിക്കലും ഇനി അനുവദിച്ചുകൂടാ. കാരണം അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഇനി അസ്ഥാനത്താണ്. അല്ലെങ്കിൽ ഈ ഈ ഈ നമ്മുടെ ഈ വണ്ടി ഓടിച്ച് ഇടയ്ക്ക് എവിടെയെങ്കിലും അർജുൻ ഇറങ്ങിപ്പോകണമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മിയുടെ ഒരു പ്രതീക്ഷയിൽ, അതായത് ഇത്രയും ദിവസം ഈ വാർത്തകളെ കൃത്യമായി ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ ഹാഷ്മിയുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് സങ്കടകരമാകില്ലേ? എസ് കെ എൻ, എനിക്ക് ഇന്നലെ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി അയച്ച മെസ്സേജ് ഒന്ന് വായിക്കാം. എസ് കെ എൻ, ഹാഷ്മി ചേട്ടാ, അർജുനെ എപ്പോൾ കിട്ടും? എൻ്റെ ആരുമല്ല പയ്യൻ, പക്ഷേ രാത്രി എന്തോ നെഞ്ചിലൊരു വല്ലാത്ത വിങ്ങൽ. കഴിഞ്ഞ ദിവസം ട്രക്ക് കണ്ടെത്തിയെന്ന് പറഞ്ഞ് അർജുൻ്റെ അരികിലേക്കെന്ന് പറഞ്ഞ ദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് മാത്രമല്ല, നമുക്ക് ഇത്തരത്തിൽ നൂറുകണക്കിന് മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുപാട് വീട്ടകങ്ങളിൽ അർജുൻ ഒരു വികാരമായി നിൽക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാർ അർജുന് വേണ്ടി കരയുന്നുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ, പള്ളികളിലൊക്കെ അർജുന് വേണ്ടി വലിയ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഒക്കെ എസ് കെ അർജുൻ കേരളത്തിൻ്റെ എല്ലാ വീട്ടകങ്ങളിലും ഒരു പുത്രൻ എന്നതൊരു തർക്കവുമില്ല. അർജുൻ ജീവനോടെ മടങ്ങിയെത്തണമെന്ന എല്ലാവരും, നമ്മളടക്കം എല്ലാവരും ഹൃദയപൂർവ്വം വലിയ ആഗ്രഹിക്കുന്നതും സത്യമാണ്. പക്ഷേ എസ് കെ എൻ പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹം എന്നതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യ വശത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അർജുൻ ഇനി ഇപ്പോഴും നമ്മൾ പറയുന്ന ഏതെങ്കിലും തരത്തിൽ അർജുൻ അവിടുന്ന് അതിൻ്റെ ക്യാബിൻ തുറന്ന് രക്ഷപ്പെട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും ഒഴുകി പോവുകയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒഴുകി പോവുകയോ എവിടെയെങ്കിലും സുരക്ഷിതനായിരിക്കുന്നു എന്ന് ആഗ്രഹിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ആ പ്രാർത്ഥന എത്രത്തോളം ഫലവത്താകുമെന്നതിൻ്റെ ചില നേർചിത്രങ്ങൾ ഉറപ്പായും നൽകുന്നുണ്ട്. സ്കേൻ അതിപ്പോൾ അവർ പറയുന്നത് പ്രകാരം, ഈ സ്പോട്ട് 3 പറയുന്ന പ്രകാരം ഈ ക്യാബിലാണ് ഉണ്ടാവേണ്ടത്. ക്യാബിനാവട്ടെ കരയിൽ നിന്ന് 500 മീറ്റർ മാറി 50 മീറ്റർ ആഴം, 50 മീറ്റർ അത്രയും ആഴം, 50 മീറ്റർ ആഴത്തിൽ നിന്നുള്ളതാണ് സ്പോട്ട് 3യുടെ ഒരു ഏകദേശ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കൊടിയ കുത്തൊഴുക്കിലാണ്, കൊടിയ വെള്ളത്തിനടിയിലാണ് ആ ക്യാബിന് അതിനടിയിലുള്ളത്. അർജുൻ അതിലുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്നിപ്പോൾ 12th ഡേ ആണ് സ്കേന, 12ാം ദിനം എന്താകും അവസ്ഥ എന്ന് ആലോചിക്കാവുന്നതുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കാർവാർ SP അടക്കമുള്ള സംശയിക്കുന്നത് മട്ടിൽ ഈ ലക്ഷ്മണൻ്റെ ചായക്കടയിലേക്ക് അന്ന് ചായ കുടിക്കാൻ ഈ അർജുൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്കേൻ അത് കേന്ദ്രീകരിച്ച് വളരെ ഗൗരവമായ ചില ചർച്ചകൾ, ചില അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ദൃക്സാക്ഷി മൊഴിയാണ് അർജുനെ എന്ന് പറഞ്ഞ ഒരാൾ ലോറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞ ആ ദൃക്സാക്ഷി മൊഴി കേന്ദ്രീകരിച്ച് വളരെ ഗൗരവമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ദിവസങ്ങളിൽ ഈ സെന എക്സ്കേവറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാര്യമായ വലിയ ഇളക്കിമറിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഇനി യാഥാർത്ഥ്യം അതാണെങ്കിലും, ഇനി അർജുൻ ക്യാബിലുണ്ടെങ്കിലും അർജുൻ കരുത്തോടെ, ആരോഗ്യത്തോടെ, ഞാനാണെങ്കിൽ എൻ്റെ ആ ദിവസങ്ങൾ ഇൻട്രോയിൽ അവസാനം പറഞ്ഞു നിർത്തി ഇങ്ങനെയാണ്, സ്കേൻ തീയിൽ കുരുത്തവനെ അർജുനെ കരുത്തോടെ കയറുക എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു. ആ പ്രാർത്ഥന യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ അത് പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ ഈ പറയുന്ന വൈകാരികതയ്ക്കൊക്കെ അപ്പുറം പ്രേക്ഷകർക്കുള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തലച്ചോറുകൾ ചിന്തിക്കുമ്പോൾ എന്താകും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള കാര്യം എന്തായാലും എന്തായാലും ഏറ്റവും ഒടുവിൽ, ഏറ്റവും അന്തിമമായി ഈ പറഞ്ഞ ക്യാബിനെങ്കിലും കണ്ടെത്തുക, അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്ന ഒരു ഫൈനൽ ലക്ഷ്യത്തിലേക്ക് എപ്പോഴെത്തും ഇപ്പോഴും പറയാൻ കഴിയും. നമ്മൾ അവിടുത്തെ ഈ പ്രാദേശികവാസികളും സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കർക്കിടക മാസം എന്നൊക്കെ പറയുന്ന മട്ടിൽ അവിടെ ഒരു മാസത്തിൻ്റെ പേര് വന്നെങ്കിൽ ആ മാസത്തിൻ്റെ പേര് അത്ര കിട്ടിയില്ല. നമുക്ക് കന്നഡ കുറച്ച് അറിയുള്ളൂ. നമ്മൾ ദിവസങ്ങൾ പോയ അനുഭവത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു മാസം ഈ ഗംഗാവാലി പുഴ ഇങ്ങനെ ഒഴുകിയുള്ളത്. അത് നമ്മൾ മലയാള മാസം എന്ന് പറയുന്നത് മറ്റൊരു മാസമാണ്. ആ മാസം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ ഈ ഗംഗാവാലി പുഴ ഒന്ന് വഴിതിരിച്ചു വിട്ടാൽ ഇവിടെ ഈ എന്തെങ്കിലും അർജുനെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിക്കൂടെ എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിലിരുന്നൊക്കെ ആളുകൾ സാഹൂതം പരിശോധിക്കുകയാണ് സാധ്യതകൾ. പലപ്പോഴും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാനില്ല. ഗംഗാവാലി പുഴ അങ്ങനെ വഴിതിരിച്ചു വിടാൻ പറ്റുന്ന സാധനമാണോ? എസ് കെ എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഗംഗാവാലി പുഴ നമ്മൾ നാട്ടിലെ നമ്മുടെ പാവം പുഴകൾ പോലെയല്ല, നമ്മുടെ പാവം പുഴയോരങ്ങൾ പോലെയല്ല. അതൊരു വല്ലാത്ത പുഴയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഗോകർണം കടലിലേക്ക് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ, പുഴയിലൂടെ ഒരു 12 കിലോമീറ്റർ മാത്രമാണുള്ളത്. അതിൻ്റെ ആ തീവ്രതയും ഭീകരതയും ഒക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കാണാം. കാര്യം അഴിമുഖത്തേക്ക് അടുക്കുമ്പോൾ ആഴം കൂടും, ഒഴുക്ക് കൂടും. മാത്രമല്ല അവിടെ മലയോര മേഖലകൾ ഒരു വലിയ സ്ട്രെച്ചാണ്. ഷിരൂർ മലനിര ഒരു വലിയ സ്ട്രെച്ചാണ്. ആ മലനിരകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം അത്രയും ഈ ഗംഗാവാലി പുഴയിലേക്കാണ് എത്തുന്നത്. ആ ഗംഗാവാലി പുഴയിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകി
അതിങ്ങനെ ഗോകർണം കടലിനോട് ചേരുകയാണ്. അപ്പോൾ അത്രത്തോളം വെള്ളം ഒഴുകുന്ന ഒരു ഗംഗാവാലി പുഴയിൽ നമ്മുടെ നാവികസേനയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൂടാ സ്കേൻ. അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോലും ഒന്നും ഇറങ്ങാൻ കഴിയാത്ത അതിമാരകമായ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഭീകരമായ ഒഴുക്കാണ്. മാത്രമല്ല ആ പ്രേക്ഷകൻ ചോദിച്ച കൊണ്ട് ഇടയ്ക്കാണെങ്കിൽ ചെറിയ ഭാഗത്ത് മാത്രം ടണൽ വെച്ച് കെട്ടി ഇതിൻ്റെ ഒഴുക്കം ഒഴുക്കിൻ്റെ തീവ്രത ഒന്ന് കുറയ്ക്കാൻ കഴിയുമോ എന്നൊരാലോചന യഥാർത്ഥത്തിൽ നടത്തിയതാണ്. പക്ഷേ ഒരു ടണൽ മറക്കാൻ അവിടെ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമ്മുടെ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനൊക്കെ വലിയ പാലങ്ങൾ നിർമ്മിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരുടെ വൈദഗ്ധ്യം നമുക്ക് തേടുമ്പോൾ പോലും ഈ ഒഴുക്കിലേക്ക് ഏതെങ്കിലും തടയണ കെട്ടി ഇറക്കി ഒഴുക്ക് തിരിച്ചുവിടുക എന്നതിനെക്കുറിച്ച് അചിന്ത്യമാണെന്നാണ് പറയുന്നത്. അത്രത്തോളം ഒരു കടലോളം പോകുന്ന പുഴ എന്ന് ഈ ഗംഗാവാലി പുഴയെ പറയാം. നമ്മൾ ഈ ആ ദുരന്ത ഭൂമിയിൽ ഒരു രാത്രി പോയിരുന്നു സ്കേൻ. ആ രാത്രി പോയി അത് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഗംഗാവാലി പുഴ എന്താണെന്ന് മനസ്സിലായത്. നമ്മളുടെ പക്ഷേ ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഭീകരത, അതിൻ്റെ തീവ്രത അത്രത്തോളം അങ്ങനെ പ്രതിഫലിക്കുന്നുള്ളൂ എനിക്ക് സംശയമാണ്. നേരിട്ട് നമ്മൾ ആ ഗംഗാവാലിയുടെ കരയിൽ ഈ ദിവസങ്ങൾ അത്രയും നിന്ന ഒരു എക്സ്പീരിയൻസിൽ വല്ലാത്തൊരു പുഴയാണ്. അതൊരു ഭീകരമായ പുഴയാണ്, മാരകമായ കുത്തൊഴുക്കാണ്. ഒരുപാട് വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന 10, 30, 40 അടിയോളം, ചില സ്ഥലങ്ങളിൽ 40 അടിയോളം ആഴമുണ്ടെന്ന് പറയും. 40 അടി നമുക്ക് ആലോചിച്ച് നോക്കണം എത്രത്തോളം അടി താഴ്ചയാണ്. അപ്പോൾ ആ താഴ്ചകളിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി പോലും ഈ പുഴ വഴിതിരിച്ചു വിടലില്ല, ഒഴുക്കിൻ്റെ തോത് കുറയ്ക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ശ്രമം അവിടെ നടത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ ഇത്രത്തോളം മണ്ണ് കുത്തിയിറങ്ങിയതിൻ്റെ ഭാഗമായി ഈ പുഴ ഒന്ന് ചെറിയ തോതിൽ കരകവിഞ്ഞൊഴുകിയപ്പോഴേക്കും ഒരു ഡസനോളം വീടുകൾ നഷ്ടപ്പെട്ടു. ഒരു ഏരിയ ഒന്നാകെ പോയി. നമ്മൾ കണ്ടു എസ്കേൻ ഒരു തെങ്ങ് നമ്മളെ ഈ പുഴയുടെ അങ്ങേക്കര ഒരു തെങ്ങൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത പോലെ മാറുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ശക്തി അത് ആ മേഖലയിൽ ഗംഗാവാലി പുഴയുടെ ശക്തിയാണ്, കരുത്താണ്. ആ കരുത്തിൽ മനുഷ്യൻ അതിൻ്റെ കരയ്ക്ക് നിസ്സഹായനായി നിൽക്കലേ ഉള്ളൂ. എസ്കൻ ഒരു കാര്യം ഉറപ്പാണ്, ഞാനടക്കം ഇവിടെ ഈ ശിരൂർ ദൗത്യത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്കൊക്കെയും അവരുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ ഞാൻ നല്ല അനുഭവം എന്ന് പറയില്ല, വല്ലാത്തൊരനുഭവമായിരിക്കും ഈ എപ്പിസോഡ് എസ്കൻ. ഓക്കെ, ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. അധികം ദിവസങ്ങളായി ഹാഷ്മി ഈ രക്ഷാദൗത്യത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ജസ്ന ഫാത്തിമ ജെസ്സി പറയുകയാണ്, എസ്കേൻ അങ്ങനെ പറയരുത്, ഞങ്ങൾ അർജുൻ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥനയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒറ്റ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ. അർജുൻ മടങ്ങി വരണം ആരോഗ്യത്തോടെ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടോ നമ്മൾ അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു പോവുകയും അവസാനം ആ ആഗ്രഹം നടക്കാതെ പോകുന്ന ഭൗതിക യാഥാർത്ഥ്യം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടക്കടലിൽ വീഴും. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ ഈ പെട്ടിമുടി പോലെയും കവളപ്പാറ പോലെയുള്ള വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് മലയാളികൾ. അപ്പോൾ ആ ദുരന്തത്തിലൊക്കെ പെട്ട പല ആളുകളെയും കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണം, അത് പ്രേക്ഷകരോട് തുറന്നു പറയണം എന്നെനിക്കിന്ന് ഈ പ്രഭാതത്തിൽ തോന്നി. കാരണം ഒരുപാട് ആളുകൾ അവർ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. മണ്ണിൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു വലിയ ഇതേപോലെ അടിയൊഴുക്ക് വളരെ വളരെ തീവ്രമായ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ അർജുൻ എന്നേക്കുമായി അവിടെ ഉണ്ടാകും, നമ്മുടെ വിളി കേട്ട് തിരിച്ചു വരാൻ എന്ന് നമുക്ക് ചിന്തിക്കാനാകുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ അർജുൻ മടങ്ങി വരിക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ്. പക്ഷേ സ്വപ്നം എത്രമാത്രം യാഥാർത്ഥ്യമാകും എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. അർജുൻ എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന വരെ തെരച്ചിൽ തുടരും എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും അത് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോകാൻ കർണാടക സർക്കാരിനാകുമോ എന്ന് ചോദിച്ചാൽ ആകില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.